അതായത് ഈ ഭയങ്കര കോഴി സ്വഭാവമുള്ള പുരുഷന്മാർക്കൊക്കെ പെൺകുട്ടികളുണ്ടാവുന്നത്. ബേസിക്കലി പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് ഈ ജനറേഷനിൽ വരുന്ന എല്ലാ പുരുഷന്മാർക്കും കുട്ടികൾ പെൺകുട്ടികളായിരിക്കും. അതിൽ എന്തെങ്കിലും സയന്റിഫിക് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ആണുങ്ങൾക്ക് കണ്ടിട്ടില്ല, അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളെല്ലാം പെൺകുട്ടികളായിരിക്കും. അതിലെന്തെങ്കിലും സയന്റിഫിക് കാര്യം ഉണ്ടോ? ഇവിടെ എറണാകുളത്ത് ഒരു നല്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മാസമായിട്ട് ബ്ലീഡിംഗ് ആയിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നല്ല പെയിൻ, ഹീമോഗ്ലോബിൻ നോക്കിയപ്പോൾ 2 ഗ്രാം. അത് അത് ആ കുട്ടിക്ക് കാർഡിയാക് ഫെയിലിയറിലേക്ക് വരാൻ അധികം സമയമില്ലാത്തൊരു ഇതാണ് 2 ഗ്രാം. പാരൻസ് നന്നായിട്ട് വലിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കുണ്ടാവുന്ന ആൺകുട്ടിക്ക് പുരുഷ വന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അവർ PCOD എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് അവർക്ക് നേരെ ഓപ്പോസിറ്റ് സ്പെക്ട്രമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ കുറേ അണ്ടങ്ങളുണ്ട്, പക്ഷെ പ്രായം കൂടുമ്പോൾ അണ്ടത്തിന്റെ നമ്പർ, ക്വാളിറ്റി എല്ലാം കുറയും. ഇപ്പോൾ പലരും 30 കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം, അത് കഴിഞ്ഞ് 35 കഴിഞ്ഞിട്ടായിരിക്കും ഒരു ബേബിനെ കുറിച്ച് ആലോചിക്കുന്ന പോലും. അപ്പോഴത്തേക്കും മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഓവേറിയൻ റിസർവ് എല്ലാം കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആയിപ്പോകും. ഒരു 30 ഇയേഴ്സ് ഒക്കെ ആയിട്ടും ഇതൊന്നും സെറ്റ് ആയിട്ടില്ലെങ്കിൽ ബെറ്റർ നമ്മൾ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഏജിൽ നിങ്ങൾ നമ്മൾ ആരായാലും എഗ്ഗ് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ഏജ് ആവും, പക്ഷെ നമ്മുടെ ആ എഗ്ഗിന്റെ ഏജ് 30 വയസ്സാണ്. മനസ്സിലായി. അത് ഇപ്പം ചില ഡോക്ടേഴ്സ് നമ്മളെടുത്ത് പറയാതെ നമ്മൾ ബേബി വൂമ്പിലായിരിക്കുന്ന സമയം തൊട്ടേ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് പാരൻസിന്റെ സ്വഭാവം, അവരുടെ ശീലങ്ങൾ ഉൾപ്പെടെ കുഞ്ഞിനെ ബാധിക്കുന്നു. അതിൽ എത്രത്തോളം സത്യമുണ്ട്? കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് ചില അസുഖങ്ങളുണ്ടാവും. ഈ ടെസ്റ്റസ് മുകളിലിരിക്കുന്നത് അല്ലെങ്കിൽ ടെസ്റ്റസ് അതിൻ്റെ ആ സാക്കിൽ വരാത്തത് കുഞ്ഞ് വളരുമ്പോൾ അത് പുരുഷവന്ധ്യതയ്ക്ക് കാരണമാകും.